ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ എക്സാംസ് ഒക്കെ വരാൻ സമയമായി. നമ്മൾ തിങ്കളാഴ്ച മുതൽ 17-ാം തീയതി മുതൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മെയിൻ എക്സാം ടൈമിൽ നോക്കിയാൽ ഫിസിക്സിന് ഒരു ദിവസം ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഫിസിക്സ് അതിന് മുമ്പ് തന്നെ, അതായത് ഈ മാസം തന്നെ നമുക്ക് പഠിച്ച് തീർത്തിട്ട് ഒരു പ്രാവശ്യം റിവൈസും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ദിവസം ഗ്യാപ്പിൽ ഒന്ന് ഓട്ടിച്ച് പഠിക്കാൻ പറ്റൂ. ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം മെയിനായിട്ട് തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് തന്നെ 18 മാർക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ എക്സാമിന് അതിനേക്കാൾ കൂടുതൽ മാർക്കിന് പ്രോബ്ലം ചോദിക്കാം. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിനും അതിൻ്റെതായ സമയം കൊടുത്ത് തന്നെ പഠിച്ചു പോകണം. അല്ല സെലക്ട് ചെയ്ത് പഠിക്കരുത്. സ്ഥിരമായിട്ട് ചോദിക്കാത്ത പോർഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു സ്റ്റഡി ടൈമിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മോഡൽ എക്സാം ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. അപ്പം അതിനു മുമ്പുള്ള ഒരു 4 ദിവസം ഫിസിക്സ് തന്നെ പഠിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതി ഫിസിക്സ് ആണ്. ഏറ്റവും ചെറിയ ചാപ്റ്റേഴ്സ് ആയ 4 പഠിക്കാം. ആറ്റം, ന്യൂക്ലിയർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഡുവൽ നേച്ചർ. ഈ പറഞ്ഞ 4 ചാപ്റ്ററിനും വെയിറ്റേജ് 3 മാർക്ക് വെച്ച് ചോദിക്കും. അതുകൊണ്ട് തന്നെ 1-2 പ്രോബ്ലം മാത്രമേ അതിനകത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ആ പ്രോബ്ലം എല്ലാം ഞാൻ ലൈവിൽ എടുത്തു തരുന്നതായിരിക്കും. അതിന് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തിയറി കംപ്ലീറ്റ് ചെയ്യുക. തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ തന്നെ ഓരോ പേപ്പറിൽ അതിനകത്തുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഡേ എല്ലാം തിയറിയാണ് പഠിക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് ഡേ 14th പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ദെൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ വെയിറ്റേജ് 9 മാർക്കാണ്. പൊട്ടൻഷ്യൽ 8 മാർക്കുണ്ട്. ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ 6 മാർക്കുണ്ട്. ഇതെല്ലാം കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ്. നല്ല സമയം കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഒരു മിനിമം എല്ലാം 2.5 മണിക്കൂർ കൊടുത്ത് തന്നെ പഠിക്കണം. തിയറി കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ തിയറി കംപ്ലീറ്റ് ചെയ്യുക, ഇക്വേഷൻസ് സെപ്പറേറ്റഡ് എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ 15th പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ 8 മാർക്കുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് 5 മാർക്കാണ്. ദെൻ എ സിക്കകത്ത് വരുന്നത് നിങ്ങൾക്ക് 8 to 9 മാർക്ക് വയ്ക്കും. 8 to 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉറപ്പായിട്ട് പ്രോബ്ലം ഉണ്ടാവും. എ സിന്ന് പ്രോബ്ലം മസ്റ്റായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ഡെറിവേഷനും പഠിക്കാം. തിയറി പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, ഇക്വേഷൻസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പ്രോബ്ലം എല്ലാം ലൈവിൽ പറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നോക്കാം. ദെൻ 16th പഠിക്കേണ്ടത് ഏറ്റവും വലിയ ചാപ്റ്റർ, ഏറ്റവും മാർക്ക് ചോദിക്കുന്നത് റേ ഒപ്റ്റിക്സ്. നല്ല സമയം 3 മണിക്കൂർ 4 മണിക്കൂർ കൊടുത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ പഠിച്ചെടുത്തേ പറ്റൂ. അത്രയ്ക്ക് വലിയ ചാപ്റ്ററാണ്. ദെൻ 2 ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് വേവ് ഒപ്റ്റിക്സ്, 5 മാർക്ക് മാത്രമേ ഉള്ളൂ. ദെൻ സെമി കണ്ടക്ടർ, ഈസി ചാപ്റ്റർ, ഇക്വേഷൻ ഒന്നും ഇല്ലാത്ത ചാപ്റ്ററാണ്. സെമി കണ്ടക്ടർ 3 മാർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു വലിയ ചാപ്റ്ററും അതിനോട് 2 ചെറിയ ചാപ്റ്ററോട് പഠിക്കുക. വേവ് ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ മതി. അതിനകത്ത് ഒരൊറ്റ ഇക്വേഷനാണ് നേരിച്ചാൽ പഠിക്കാനുള്ളത്. 2 സെക്ഷനെ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ദെൻ ആപ്പോഴുള്ള ഡെറിവേഷൻസ് 2 ഡെറിവേഷനേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ പെട്ടെന്ന് തീരും. സെമി കണ്ടക്ടർ ഡെറിവേഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാം തിയറി പോർഷൻസ് ആണ്. ഓക്കെ, ഇക്വേഷൻസ് ഒന്നുമില്ല, പ്രോബ്ലം ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാനും പറ്റും. ദെൻ 17 അതാണ് എക്സാം ഉള്ളത്. അന്ന് മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പഠിക്കാം. അതും ഡെറിവേഷൻസ്, ഒരു ഡെറിവേഷൻ മാത്രമുള്ള ചാപ്റ്ററാണ്. കൂടുതൽ തിയറി പോർഷൻസ് ആണുള്ളത്. 5 മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മോഡൽ എക്സാം ആകുമ്പോൾ ഒരു പ്രാവശ്യം പഠിച്ച് തീരും. തിയറി കംപ്ലീറ്റ് ചെയ്യും, ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ബാക്കി നമുക്ക് 7 ദിവസമുണ്ട്, 22 മുതൽ 28 വരെ. അത് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് ഒന്ന് ഫിസിക്സും ബാക്കി അതുപോലെ ബയോളജിയും മാത്സും ഒക്കെ ടൈമും കുറവുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണോ അതിനാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അതിലൊരു 3 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം ഫിസിക്സിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ഒന്നും കൂടെ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ പ്രോബ്ലം എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം കൂടെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇത്രയും കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഫിസിക്സ് വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് ഫൈനൽ എക്സാമിന് തലേ ദിവസം ഒരു ദിവസം കിട്ടും. അതല്ലാതെ ഒരു ഹാഫ് ഡേയും കിട്ടും. ഒരു 1.5 ദിവസം കൊണ്ട് നമുക്ക് ഈ 14 ചാപ്റ്ററും ഒന്നുകൂടെ ഓടിച്ച് റിവൈസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ പഠിച്ചു പോയാൽ ഫിസിക്സ് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ലൈവിൽ കാണാം.